ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നട്ട്സ് വേൾഡിലോട് സ്വാഗതം. ഇന്ന് നമ്മൾ ക്രിസ്മസ് ഓർണമെൻറ്റ്സ് ഉണ്ടാക്കുന്നതാണ് നോക്കുന്നത്. നമ്മൾ ഒരു ഡ്രംസ് സെറ്റ് ചെയ്യാനായിട്ടാണ് പോകുന്നത്. ആദ്യമായിട്ട് അതിന് നമ്മൾ ഇതുപോലത്തെ മിനറൽ വാട്ടറിൻ്റെ 3 ക്യാപ്പ് എടുത്തിട്ടുണ്ട്, അടപ്പ്. അതെടുത്തിട്ട് ഇതുപോലെ ഒട്ടിച്ചു കൊടുക്കുകയാണ്. രണ്ട് വശത്തും തുറന്നിരിക്കാത്ത വിധത്തിൽ അടപ്പ് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ച് വെച്ചിട്ട് വേണം ഒട്ടിച്ചു കൊടുക്കാൻ. ഇത് നമുക്ക് വേണ്ടത് ഇതുപോലത്തെ ഫോം ഷീറ്റാണ്. ആദ്യം ഇതിൻ്റെ മെഷർമെൻ്റ് എടുത്തിട്ട് നമ്മൾ അതിൽ നിന്ന് അളവിൽ മുറിച്ചെടുക്കണം. ഞാനിവിടെ റെഡ് കളറിലാണ് എടുത്തേക്കുന്നത്. ഇതിനി നമുക്ക് ഒട്ടിച്ചു വെച്ചിരിക്കുന്ന ഡ്രം ഇതിലോട്ട് ഒട്ടിച്ചെടുക്കാം. ഇതുപോലെ ഫുള്ളായിട്ട് ഒട്ടിച്ചെടുക്കണം. ഇനി 2 സൈഡും അവിടെയും പശ തേച്ചിട്ട് നമുക്കത് ഒട്ടിച്ചെടുക്കാം. അവിടെ ആ ഷേപ്പിൽ ഇതുപോലെ ഒട്ടിച്ചെടുത്തിട്ട് അതിന് ശേഷം മുറിച്ച് കളഞ്ഞാൽ മതിയാവും. അങ്ങനെ ഒട്ടിച്ചെടുക്കാം. 2 വശവും അത് ഒട്ടിച്ചെടുക്കണം. ഇപ്പം നമുക്കൊരു ഡ്രമ്മിൻ്റെ ഷേപ്പ് കിട്ടിയില്ലേ. ഇനി അതിലോട്ട് നമുക്ക് സിൽവർ കളറിലെ ഫോം ഷീറ്റ് ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ട് 2 വശവും അതും ഒട്ടിച്ചെടുക്കാം. വീട്ടിൽ നമുക്ക് സ്വന്തമായിട്ട് ചിലവ് കുറഞ്ഞ രീതിയിൽ ചെയ്തെടുക്കാൻ പറ്റുകയാണ്. പുറത്തുനിന്ന് വാങ്ങിക്കുമ്പോൾ റേറ്റ് ഇതിനൊക്കെ കൂടുതലായിരിക്കത്തില്ലേ. നമുക്ക് സ്വന്തമായിട്ട് 10-20 രൂപ ഇത്രയ്ക്ക് ഇഷ്ടം പോലെ ഉണ്ടാക്കിയെടുക്കാം. വേസ്റ്റായിട്ട് കളയുന്ന ബോട്ടിലിൻ്റെ ക്യാപ്പ് മാത്രം മതിയല്ലോ. ഇനി അതിൻ്റെ ഇതുപോലെ അങ്ങോട്ടും ഇങ്ങോട്ടായിട്ട് 6 പാറ്റേണിൽ ഇങ്ങനെ ഒട്ടിച്ചെടുക്കാം. നമുക്ക് ഒരെണ്ണം ഇതുപോലെ വളച്ചെടുത്തിട്ട് അതിൻ്റെ ഒരു സൈഡിലോട്ട് ഒട്ടിച്ചെടുക്കാം. അതാകുമ്പോൾ നമുക്ക് ഹാങ് ചെയ്യാനും പറ്റും. അടുത്തായിട്ട് ബോൾസ് ഉണ്ടാക്കാനാണ്. അതിനായിട്ട് ഒരു പഴയൊരു തെർമോക്കോളിൻ്റെ പീസ് എടുത്തേക്കണം. അതിങ്ങനെ ബോളിൻ്റെ ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ചിലവ് കുറഞ്ഞ ഏറ്റവും സിമ്പിളായിട്ട് ഏറ്റവും ചിലവ് കുറഞ്ഞ രീതിയിൽ ചെയ്യാൻ പറ്റുന്നതാണ്. ഇനി നമ്മുടെ ഗിഫ്റ്റൊക്കെ പൊതിഞ്ഞിരിക്കുന്ന പേപ്പറില്ലേ, അതിൽ വെച്ചിട്ട് നമ്മളിതുപോലെ പൊതിഞ്ഞു കൊടുക്കുക ചെയ്യുന്നത്. എന്നിട്ട് ഒരു നൂല് വെച്ച് നമ്മൾ ടൈറ്റ് ചെയ്ത് കെട്ടിക്കൊടുക്കണം. ഇതുപോലെ കെട്ടിക്കൊടുത്തതിന് ശേഷം അത് ബാക്കിയുള്ള ഭാഗം കട്ട് ചെയ്ത് കളയുക. നമുക്കിനി ഹാങ് ചെയ്യാനായിട്ടുള്ള സ്പേസിന് വേണ്ടിയിട്ട് ഇതുപോലെ കുറച്ച് നീട്ടി വെച്ച് ആ നൂല് നീട്ടിയെടുത്തിട്ട് ഇതുപോലെ കെട്ടിയിട്ട് കൊടുക്കുമ്പോഴത്തേക്ക് ഹാങ് ചെയ്യാനുള്ളതും കൂടി റെഡി ആയി കിട്ടും. ഇത്ര സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റില്ലേ. ഇനി ഒരു ഗിഫ്റ്റ് ബോക്സിന് വേണ്ടിയിട്ട് ഇൻസുലിൻ്റെ ഒരു ബോട്ടിലെ കവറാണ് എടുത്തേക്കുന്നത്. അതിന് പകുതിയായിട്ട് മുറിച്ചിട്ട് ഇതുപോലെ പേപ്പർ വെച്ച് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. നിങ്ങൾ ഈ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടത് ഏതാണെന്നൊന്ന് കമൻറ്റ് ചെയ്യണേ. എനിക്ക് ഇതിൽ ഇഷ്ടപ്പെട്ടത് ആദ്യത്തെ ഡ്രംസാണ്. നിങ്ങൾക്ക് ഏതാണെന്നുള്ളത് മറക്കാതെ ഒന്ന് കമൻറ്റ് ചെയ്തറിയിക്കണേ. എന്നിട്ട് ഇതുപോലെ യെല്ലോ കളറും അങ്ങോട്ടും ഇങ്ങോട്ടുമായിട്ട് ഒട്ടിച്ചു കൊടുത്ത് ഒരു ഗിഫ്റ്റ് പൊതിയുന്ന രീതിയിൽ ഒട്ടിച്ചിട്ടുണ്ട്. പിന്നെ ഒരു കമ്പി എടുത്ത് ഹാങ് ചെയ്യാൻ വേണ്ടിയിട്ടായിട്ട് അതൊരു ഡബിൾ സൈഡ് ടേപ്പും വെച്ച് ഇതിൽ അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. താങ്ക് യു.